പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാല ലൈവിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുഖാന്തരം ഒരുക്കി തന്ന അൽഫ ഗോസ്ബൽ മിനിസ്ട്രിയുടെ അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ ഷിജു കുന്നേൽ, മറ്റ് ദൈവദാസി ദാസന്മാർ, എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സ്, അഡ്മിന്മാർ, ദൈവമക്കൾ, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്ന് എനിക്ക് ലഭിച്ച അവസരത്തിൽ ദൈവവചനവും അതോടൊപ്പം എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ അത് എനിക്കും നിങ്ങൾക്കും അത് അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് ഇന്ന് തന്നിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം ഞാനത് വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യം. അവൻ ഒരു കോട്ടിൻ കഷണം എടുത്ത് തന്നെത്താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇത്രയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളുന്നു കൊള്ളുമോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തിട്ടില്ല. സ്തോത്രം. നമ്മൾ വായിച്ചതായ ഈ ദൈവിക വചനം ഇയ്യോബിനെ കുറിച്ച് എഴുതപ്പെട്ടതായ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആ വചനം അങ്ങനെ ഇന്ന് രാത്രിക്കാലം നിങ്ങളുമായി സംസാരിപ്പാനും ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. നിന്റെ മക്കളാവുന്ന ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിൽ കടന്നു വരുവാൻ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കർത്താവെ നന്ദി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവവചന ധ്യാനവും എൻ്റെ അനുഭവ സാക്ഷ്യവും എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നു. തുടർന്നുള്ള സമയം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കും. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവ്, ആമേൻ. ഇവിടെ നമ്മൾ വായിച്ച ദൈവവാക്യത്തിൽ കൂടെ തുടർന്നും ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് ഞാൻ ഈ മീറ്റിങ്ങിൽ വചനം സംസാരിപ്പാനും ആഗ്രഹിക്കുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യം എന്ന് പറയുമ്പോൾ, എൻ്റെ യൗവനകാലത്ത് വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽപരമായി ഒരു തൊഴിൽ പഠിക്കുകയും പ്രിൻറ്റിംഗ് ടെക്നോളജി പഠിക്കുകയും വിവിധ ഇടങ്ങളിൽ കേരളത്തിലും ബോംബെയിലും ഒക്കെ ജോലി ചെയ്ത് ഇരിക്കെ 1986 സുൽത്താനേറ്റ് ഓഫ് ഒമാൻ മസ്കറ്റ് സലാലയിൽ ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. ആ ദേശത്ത് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് കൂട്ടായ്മയാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിച്ചത്. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രാർത്ഥന കൂട്ടം അവിടെ ഉണ്ടെന്നറിയുവാനിടയായി. 4-5 പേര് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഞാനും സംബന്ധിച്ചു. ആ പ്രാർത്ഥന പിന്നീട് നല്ല ഒരു അനുഗ്രഹപ്പെട്ട കൂട്ടായ്മയായി തീരുവാൻ ദൈവം വഴിയൊരുക്കി. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ആ സഭയുടെ ആക്റ്റീവായി പ്രവർത്തിപ്പാനൊക്കെ കർത്താവ് അവസരം ഒരുക്കി തന്നു. അതിൽ കൂടെ അതിൻ്റെ പ്രയർ സെൽ ലീഡർ, ചർച്ച് സെക്രട്ടറി, ഖജാൻജി, അതുപോലെ തന്നെ മറ്റ് പ്രയർ മീറ്റിങ്ങുകളിലൊക്കെ ലീഡ് ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. അത് പിന്നീട് ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ പേരിൽ അത് രൂപം കൊള്ളുകയും മസ്കറ്റിലെ ഒപ്പിയുടെ 2ാമത്തെ ചർച്ചായിട്ട് അത് രൂപം കൊള്ളുവാനിടയായി. എന്നാൽ അവ കടന്നുപോയത് എനിക്ക് വലിയ അനുഗ്രഹമായി തീർന്നു. അവിടെയുള്ള ദൈവജനവും ആ സഭയും എനിക്ക് വളരെ നല്ല രീതിയിൽ
മുമ്പോട്ട് വളരുവാൻ കർത്താവ് വഴിയൊരുക്കി. എന്നാൽ ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു പ്രയാസം അനുഭവപ്പെട്ടത്, ഞാൻ പഠിച്ചതായ ആ തൊഴിലിനോട് ബന്ധത്തിൽ അവിടെ ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് അറബി ഭാഷ പഠിക്കണമായിരുന്നു. എന്നാൽ അറബി ഭാഷ എനിക്ക് വശമില്ലാത്തതുകൊണ്ട് ആ ജോലിയിൽ തുടരുവാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അങ്ങനെ ഞാൻ പ്രിൻറ്റിങ് സെക്ഷനിൽ കമ്പോസ്റ്ററായിട്ടാണ് ജോലി ചെയ്തത്. ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഒക്കെ മാത്രമേ എനിക്കറിയുള്ളായിരുന്നു. എന്നാൽ അറബി ഭാഷ പഠിച്ചിട്ട് അറബി ലിപിയിൽ കമ്പോസിങ് ചെയ്യുവാൻ, അത് എഴുതുവാൻ, വായിക്കുവാൻ ഒക്കെ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. അത് പഠിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അത് പഠിക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ 2005 എനിക്ക് പെട്ടെന്നൊരു രോഗം പിടിപെടുകയും ആ രോഗത്തോടെ ബന്ധത്തിൽ എനിക്ക് വളരെ ക്ഷീണം സംഭവിച്ചു. ജോലി ചെയ്യുവാനോ ആരാധനകൾ പോകാനോ മറ്റു ഒരു കാര്യങ്ങളും ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. 65 കിലോ ഭാരമുണ്ടായിരുന്ന എൻ്റെ ശരീരഭാരം വെറും 30 കിലോ ആയി തീർന്നു. എപ്പോഴും എൻ്റെ ഉദരത്തിൽ നിന്നും രക്തം വാർന്നു പോവുകയും പഴുപ്പും ഒക്കെ ആയിട്ട് പോകുന്ന അസ്വസ്ഥത, അത് ഇടയ്ക്കിടെ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് ബോംബെയിലേക്ക്, എൻ്റെ പങ്കാളി അയക്കുന്ന മിസ്സസ് ബോംബെയിൽ നേഴ്സായിരുന്നു. അങ്ങനെ വന്ന് അവിടെ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്തു. എന്നാൽ ആ ഓപ്പറേഷൻ നടന്നുവെങ്കിലും ഈ രോഗത്തിന് ഒരാശ്വാസം കിട്ടിയില്ല. അവിടെ വീണ്ടും ഞങ്ങൾ ചെക്കപ്പൊക്കെ ചെയ്ത് ഈ രോഗത്തിൻ്റെ അസ്വസ്ഥത കണ്ടുപിടിക്കാനിടയായി. ആ രോഗത്തെക്കുറിച്ച് അവർ പറഞ്ഞത് ക്യാൻസർ സ്റ്റാർട്ടായി, അൾസറേറ്റീവ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞ രോഗമാണ്. അത് സൗഖ്യമാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബോംബെയിൽ നിന്നും കേരളത്തിലേക്ക് വരികയും വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി ചികിത്സിക്കാനിടയായി. ആ ചികിത്സ അവിടെയൊക്കെ ചെയ്തിട്ടും എനിക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഉള്ള ഡോക്ടർമാരുടെ ചികിത്സയിൽ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. എൻ്റെ ഈ രോഗത്തിന് ശമനം തരുവാൻ, സൗഖ്യം തരുവാൻ എനിക്ക് കഴിയും എന്ന് എന്നോട് സംസാരിച്ചു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്ക് സൗഖ്യം തന്നാൽ ഞാൻ ഇനി മുതൽ ഭൗതിക നന്മകൾക്കായുള്ള ജോലി ചെയ്യുവാൻ പോകുകയില്ല. ദൈവത്തിന് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെടുവാനിടയായി. എൻ്റെ ആ സമർപ്പണം കർത്താവ് ഏറ്റെടുത്തപ്പോൾ ഞാനത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ സൗഖ്യമാക്കും, എനിക്കതറിയണം. അന്ന് രാത്രി കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കി. ഞാനത് വിശ്വസിച്ചു. എൻ്റെ വാർഡിൽ കിടന്നിരുന്ന അനേക രോഗികൾ പെട്ടെന്ന് മരിക്കുകയും വീണ്ടും രോഗികളെ കൊണ്ടിടുകയും ചെയ്യുന്ന ഒരു വാർഡായിരുന്നു. ആ വാർഡിൽ പോയി അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് രാത്രികാലം പല രോഗികളും സുഖമായി രാത്രിയിൽ ഉറങ്ങി. ഉറങ്ങാത്തവർ ഉറങ്ങുവാൻ ഇടയായി തീർന്നു. നല്ല വാർത്ത രാവിലെ കേൾപ്പാനിടയായി. പലരും രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കപ്പെട്ടു. എനിക്ക് മനസ്സിലായി, കർത്താവ് എന്നെ സൗഖ്യമാക്കി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ മാറ്റിയെടുത്തിരിക്കുന്നു. ഭൗതിക നന്മകളെല്ലാം ഉപേക്ഷിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ വേലയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഞാൻ ആ വിവരം എൻ്റെ മിസ്സസിനെ അറിയിച്ചു. അപ്പോൾ പ്രിയമുള്ള നേഴ്സായിരുന്നു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞാനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വരാം എന്നാണ് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ തീരുമാനത്തിലേക്ക് പോകുവാനിടയായി. എന്നാൽ ഹോസ്പിറ്റലിൽ ഒരാഴ്ച വീണ്ടും ഞങ്ങളവിടെ തുടർന്നു. അവിടെ നിന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്തു. എൻ്റെ ഭവനത്തിൽ വന്ന് ഞാൻ റെസ്റ്റ് എടുക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്തു. എൻ്റെ ഭാരം വളരെ കുറഞ്ഞ് 30 കിലോ ആയി. എഴുന്നേറ്റ് നടക്കുവാൻ കഴിയത്തില്ല, നല്ലതുപോലെ ആഹാരം കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള അസ്വസ്ഥതയിൽ ഭവനത്തിൽ കിടന്നു. ഭവനത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഈ കഴിക്കുന്ന മരുന്നുകളൊന്നും ഞാൻ കഴിക്കുന്നില്ല. ഏകദേശം 45 ടാബ്ലറ്റ് ദിവസം കഴിക്കും. അതെല്ലാം കഴിച്ചു കഴിയുമ്പോഴും എനിക്ക് ആശ്വാസം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞെങ്കിൽ കർത്താവ് സൗഖ്യമാക്കിയാൽ അത് സൗഖ്യമാണ്. ആ സൗഖ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. പലരും എന്നെ ആക്ഷേപിച്ചു, പലരും എന്നെ നിന്ദിച്ചു, പലരും ഈ പോഷനാണെന്നത്. എന്നാൽ സൗഖ്യം കർത്താവിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായി. കർത്താവ് സൗഖ്യമാക്കിയാൽ സൗഖ്യമാണ്. ആ സകല രോഗങ്ങളെയും കർത്താവ് മാറ്റുവാൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാനത് പഠിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിനെക്കുറിച്ച് ചെവി കൊടുക്കാറില്ല.
ദൈവവചനം സത്യമാണ്, അത് പ്രവൃത്തിയിൽ വരുന്നതാണ്, അത് ജീവനാണ്, അത് ചൈതന്യമുള്ളതാണ്, ഇരുവായുത്തിലുള്ള വാളാണ്. ആ വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ ഭവനത്തിൽ 1.5 വർഷക്കാലം വീണ്ടും കിടന്ന് എനിക്ക് ആരോഗ്യം വീണ്ടെടുപ്പാൻ കഴിഞ്ഞു. ആരോഗ്യമായി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കൂട്ടാളിയുമായി നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷമായി കടന്നു പോകാനിടയായി. ആ യാത്രയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കടന്നുപോയി. എന്നാൽ അവസാനമായി തമിഴ്നാട് മദ്രാസിൽ വന്നു. അവിടെ ഒരു മിനിസ്ട്രി അവിടെ ചേരുവാൻ എനിക്ക് ഇടയായിത്തീർന്നു. വേൾഡ് വൈഡ് മിഷണറി മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ട്. എന്നെ വെല്ലൂരിലേക്ക് ഞങ്ങളെ നിയോഗിക്കപ്പെട്ടു. 1 വർഷം വെല്ലൂരിൽ കർത്താവിൻ്റെ വേല ചെയ്തപ്പോൾ ആ മിനിസ്ട്രി ഞങ്ങളെ ആവശ്യപ്പെട്ടു, നിങ്ങൾ ഏത് ഭാഗത്ത് പോയാലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കിത്തരാം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ബോംബെ, മഹാരാഷ്ട്രയാണ് ഞങ്ങളെ കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് മഹാരാഷ്ട്ര ബോംബെയിലേക്ക് കടന്നുപോയി. അവിടെ സഭയില്ല, വിശ്വാസികളില്ല, താമസിക്കുവാൻ ഇടമില്ല. അവിടെ ഒരു സാഹചര്യവും ഇല്ലാത്ത സ്ഥലത്ത് വിശ്വാസത്തോടെ കടന്നുപോയി. അവരും പറഞ്ഞത് വിശ്വാസത്തോടെ കടന്നു പോവുക, ഞങ്ങളും വിശ്വാസത്തോടെ കടന്നു. എന്നാൽ കഴിഞ്ഞ 17 വർഷക്കാലമായിട്ട് ബോംബെ പട്ടണത്തിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കാനിടയാക്കി. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ സഭ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെടുവാൻ എന്നിൽ കൂടെ കർത്താവ് വഴിയൊരുക്കി. ആ സഭ ഇന്നവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും ഞങ്ങൾക്ക് ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകം നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഞാനിത് പറഞ്ഞതിൻ്റെയൊക്കെ ഉദ്ദേശം എൻ്റെ അനുഭവത്തിൽ കൂടെയാണ് ഞാനിത് പറയുന്നത്. എന്നാൽ ആ പ്രവർത്തനം മുഖാന്തരം ഞങ്ങൾക്ക് അവിടെ കടന്നു ചെന്നപ്പോൾ ദൈവം വഴികൾ തുറക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വഴി ആർക്കും അടയ്ക്കുവാൻ കഴിയില്ല. ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഞങ്ങളുടെ മിനിസ്ട്രി മുഖാന്തരം ഞങ്ങൾക്ക് ലഭിക്കാനിടയായി. ആ മിനിസ്ട്രി നല്ല രീതിയിൽ തന്നെ പ്രവർത്തിപ്പാൻ 400 കുഞ്ഞുങ്ങളെ ഞങ്ങൾ പാവപ്പെട്ടവരെ എടുത്ത് അവർക്ക് ഫുഡ്, ദിവസവും ഫുഡ്, അവർക്ക് ആവശ്യത്തിനുമായ മരുന്ന്, വിദ്യാഭ്യാസത്തിന് വേണ്ട സകല കാര്യങ്ങളും, മെഡിക്കൽ, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടത് എല്ലാം കൊടുക്കുവാൻ കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾക്കത് പ്രവർത്തിപ്പാനിടയായി തീർന്നു. എന്നാൽ മാറി നിന്ന ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഞങ്ങളുടെ മാത്രമല്ല, ഇന്ത്യയിലെ ഏകദേശം 25,000 ട്രസ്റ്റുകൾ പൂട്ടിക്കെട്ടിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും അത് തുടരുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ ഹിതമാണെന്ന് ഞങ്ങളത് മനസ്സിലാക്കുന്നു. എന്നാൽ ഇപ്പോഴും കുറേ കുഞ്ഞുങ്ങളെ, പാവപ്പെട്ടവരെ ഞങ്ങൾ വിദ്യാഭ്യാസം ചെയ്യിക്കുകയും അവർക്ക് വേണ്ട ചെറിയ സഹായങ്ങൾ കൊടുത്ത് അവരെ ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സൗഖ്യം യഹോവ നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. സൗഖ്യം പറയുമ്പോൾ പലരും പുച്ഛിച്ച് തള്ളുവാൻ സാധ്യതയുണ്ട്. എന്നെ പലരും പുച്ഛിച്ചിട്ടുണ്ട്, പലരും നിന്ദിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെ പണിതെടുക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. 103-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യങ്ങളിൽ കാണുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിങ്ങളുടെ സകല അകൃത്യങ്ങളെയും മോചിക്കുന്നു. ഈ വചനം ഞാൻ എപ്പോഴും ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമുക്ക് കർത്താവ് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ ഓർത്ത് നാം ഓരോ ദിവസവും ദൈവത്തിന് നന്ദി കൊടുക്കുമെങ്കിൽ നമുക്കവൻ വീണ്ടും ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് അനേകർക്കും ദൈവത്തിൽ നിന്ന് ഉപകാരങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു നന്മയും കാണുന്നില്ല, അവരുടെ ജീവിതത്തിൽ ഉയർച്ച കാണുന്നില്ല, അവരുടെ കുടുംബത്തിൽ സമാധാനം കാണുന്നില്ല. എന്നാൽ ദൈവത്തെ സേവിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. അവൻ നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. ആ സൗഖ്യമാണ് എന്നിൽ കൂടെ ദൈവം പ്രവർത്തിച്ച് കാണിച്ചത്. ഇത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ അനുഭവമാണ് ഇന്ന് രാത്രികാലം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവമക്കളെ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ ഏത് പ്രശ്നമാണെങ്കിലും ഏത് രോഗമാണെങ്കിലും നിങ്ങൾക്ക് സൗഖ്യം തരുവാൻ, പ്രശ്നത്തിന് പരിഹാരം തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഈ വചനം കേൾക്കുമ്പോൾ, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് സമർപ്പിച്ച് കൊടുക്കുമോ? എങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. മാറാത്ത രോഗങ്ങളെ മാറ്റുന്നവൻ, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റുന്നവൻ, ചികിത്സിപ്പാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവർ പലരും ഇതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം ക്യാൻസറിനെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും.
കിഡ്നിയുടെ അസ്വസ്ഥതയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ ട്യൂമറിനെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നീ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ, നിന്നെ സന്നദ്ധാൻ സമർപ്പിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഞങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ആ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ മിടുക്കല്ല, എൻ്റെ മിടുക്കല്ല. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് നാം പ്രസ്താവിക്കുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ അത് ദൈവശക്തിയായിട്ട് വ്യാപരിക്കും. ഇന്ന് രാത്രികാലം ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആര് ഇന്ന് രാത്രികാലം നിരാശയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവോ, ഇത് കേൾക്കുന്നുവോ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നമ്മുടെ കർത്താവ് സകലത്തെയും ഉണ്ടാക്കിയവനാ, സകലത്തെയും നിർമ്മിച്ചവനാ, ഈ ഭൂലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാ. ആകാശത്തെയും ഭൂമിയെയും മനുഷ്യനെയും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം ഒരുക്കി തന്ന ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. നമ്മുടെ ദൈവം ശക്തിയുള്ളവനാണ്. അവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കുന്നവനാണ്. അവനിലാണ് നാം ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മളുടെ ഏത് പ്രശ്നമാണെങ്കിലും ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുമോ, നമ്മൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും. എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ നാം ഈ ലൈവിലൂടെയും മെസ്സേജിലൂടെ കേൾക്കുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. എന്നാൽ ദൈവത്തെ അറിയാത്തവർ, ദൈവത്തെ അനുസരിക്കാത്തവർ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അവരോട് പറഞ്ഞിട്ട് കാര്യവുമില്ല. എന്നാൽ സമർപ്പിച്ചു കൊടുത്ത് ദൈവസ്ഥനിൽ താണിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയും. വചനം നീ ധ്യാനിക്കുമോ, വചനം നീ പഠിക്കുമോ, കർത്താവിനെ അംഗീകരിച്ച് സ്വീകരിക്കുമോ, എന്നാൽ നിൻ്റെ പാപങ്ങൾക്ക് മോചനം ലഭിക്കും. കർത്താവ് എൻ്റെ പാപങ്ങളെ മോചിച്ചു തന്നു, എൻ്റെ അകൃത്യങ്ങളെ മായ്ച്ചു തന്നു, എൻ്റെ ശാപങ്ങളെ മാറ്റിത്തന്നു, എൻ്റെ രോഗത്തെ മാറ്റിത്തന്നു. അതാണ് എനിക്ക് പ്രസ്താവിപ്പാനുള്ളത്. എൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. എന്നാൽ ഞാൻ ആ മസ്കറ്റിൽ കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള ജോലികളുടെ മധ്യത്തിൽ പല തടസ്സങ്ങളും ഉണ്ടായി. എന്നാൽ ആ തടസ്സങ്ങളെ മാറ്റിത്തന്ന ദൈവത്തിന് സ്തോത്രം. അതിന് ബുദ്ധി തന്നു, ആ ജോലി ചെയ്യുവാൻ കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ 20 വർഷക്കാലം സലാലയിൽ ജോലി ചെയ്യുവാൻ കർത്താവ് എനിക്ക് സഹായിച്ചു. എൻ്റെ കൂടെ ഉള്ള കൂട്ടു സഹോദരങ്ങൾ ആ ചർച്ചിൽ നിന്നും തന്നെ പലരും ദൈവദാസന്മാരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അവരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് അവർക്ക് അനുഗ്രഹമായി തീരട്ടെ, ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഈ സഭ എന്നെയും സഹായിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി. ഈ രോഗം വന്നപ്പോഴൊക്കെ എന്നെ സഹായിച്ച ഒമാൻ പെന്തക്കോസ്റ്റ് അസംബ്ലി, സലാലയിലെ ചർച്ച്, ഇതൊക്കെ ഞാൻ മറന്നു പോകാതെ ദൈവത്തിന് നന്ദി അറിയിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ പലപ്പോഴും ഈ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്തവരെ നാം ഓർക്കാതിരിക്കാൻ പാടില്ല. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ ഭൗതിക നന്മകൾക്ക് വേണ്ടി, ആത്മീക നന്മകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെയും അത്ഭുതങ്ങളെ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഇങ്ങനെ അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവർക്കായി നന്ദി അറിയിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചതായ ദൈവവചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സലാലയിലായിരുന്നപ്പോൾ ഈ ഇയ്യോബ് പാർത്തിരുന്ന സ്ഥലം ഞാൻ പോയി ജോലി ചെയ്ത ഇടമായിരുന്നു. ഇയ്യോബിൻ്റെ കല്ലറയിൽ പോകാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. പലപ്പോഴും ആ ഇയ്യോബിൻ്റെ കല്ലറയിൽ പോകുവാൻ ദേവദാസന്മാരുമായി പോയി വിസിറ്റ് ചെയ്യുവാൻ എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. ആ കല്ലറ പോയി കാണുവാൻ, ആ കല്ലറയിൽ ചെന്ന് മറ്റുള്ളവരുമായി നിന്ന് കാര്യങ്ങൾ സംസാരിപ്പാനും ഓരോരുത്തരും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഇപ്പോൾ അറബികളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഇടമാണ്. അറബികൾ അവരുടെ നബിയായിട്ട് അവർ കരുതപ്പെടുന്നു. ഇയ്യോബ് നബി എന്ന് പറയപ്പെടുന്നു. ആ വലിയൊരു മലയുടെ ചുറ്റുപാടും ഇയ്യോബിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണെന്ന് അറബികൾ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇയ്യോബിനെ കുറിച്ച് പറയപ്പെടുന്നത് നമുക്ക് ഒന്ന് വായിക്കാം. അതുകൂടെ ഞാനൊന്ന് വായിക്കുന്നു. കൂസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ആയിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകങ്ങളും 500 കാളയും 500 പെൺ കഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ
സകല പൂർവ്വ ദിക്കുകളിലും മഹാനായിരുന്നു. എന്നാൽ ഇയ്യോബ് വളരെ സമ്പന്നനായിരുന്നു. ഇവിടെ കാണുന്നു, അത്ര ധനികനായിരുന്ന ഇയ്യോബിനെ കുറിച്ചാണ് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ദാസനായിരുന്ന ഇയ്യോബിന് വളരെ സമ്പത്തുണ്ടായി. എത്രയോ അവർക്ക് ദാസന്മാരുണ്ടായി. 10 മക്കളുണ്ടായി. 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അത്ര ധനികനായിരുന്ന ഇയ്യോബിനാണ് ഇവിടെ നാം കാണുന്ന ഈ വാക്യത്തിൽ കൂടെ കാണുന്നത് അവന് രോഗം പിടിപെട്ടതായി. അപ്പോൾ ഈ വായിച്ചതായ കുറിവാക്യത്തിൽ കാണുന്നു, ഞാൻ അതൊന്നുകൂടെ വായിക്കുന്നു. അവൻ ഒരു ഓട്ടിൻ കഷണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളുമോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. തൻ്റെ ഭാര്യ പോലും ഇയ്യോബിനോട് എതിരായിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എത്രയോ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇത് ഇയ്യോബിന് സുഖമില്ലാതെ വന്നപ്പോൾ ആ ഇയ്യോബിനെ ആശ്വസിപ്പിക്കേണ്ട ഭാര്യ പറയുകയാണ്, നീ ഇങ്ങനെ ഇരുന്ന് കഷ്ടം സഹിക്കേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് മരിച്ചുകൂടെയോ? ദൈവത്തെ ത്യജിച്ചുകൂടെയോ? എന്നാൽ ഇയ്യോബിന് അത് പറയുവാൻ കഴിയില്ല. ഇയ്യോബ് ദൈവവുമായൊരു ബന്ധമുള്ളവനാണ്. ഇയ്യോബ് ദൈവം പറയുന്നത് അനുസരിച്ച് ചെയ്യുന്നവനാണ്. അപ്പോൾ ഇയ്യോബിന് എതിരായിട്ട് പറയുന്ന ഭാര്യയോട് പറയാം, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. നിനക്ക് നന്മ വരുമ്പോഴും നീ ദൈവത്തെ അറിയുന്നു, തിന്മ വരുമ്പോൾ നീ അവനെ തള്ളിക്കളയുന്നു. ഇയ്യോബ് ചോദിക്കുക, നമുക്ക് നന്മകൾ തന്നില്ലേ? നമുക്ക് അനുഗ്രഹങ്ങൾ തന്നില്ലേ? ഇപ്പോൾ തിന്മ വരുമ്പോൾ നാം തള്ളിപ്പറയേണ്ട ആവശ്യമുണ്ടോ? ഇയ്യോബ് സത്യമായിട്ടാണ് പറയുന്നത്. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു, ഭക്തിയുള്ളവനായിരുന്നു, ദൈവത്തെ അറിയുന്നവനായിരുന്നു, ദൈവത്തെ ഭയക്കുന്നവനായിരുന്നു. ഒരു ദൈവത്തിൽ എപ്പോഴും ദൈവത്തെ ഭയക്കുന്നവനായിരിക്കണം, ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കണം, ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവരായിരിക്കണം. അല്ല എന്നിവർ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും പ്രാപിപ്പാൻ കഴിയില്ല. കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്നവരല്ല, ദൈവത്തെ നാം സ്തുതിക്കുന്നവരായി തീരണം. നമ്മുടെ ഏത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിന്മേൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥിച്ചാൽ നമുക്ക് വിടുതൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ നമുക്ക് സകലതും സാധിക്കും. എന്നാൽ നമ്മളെ കളിയാക്കുന്നവർ വരാം, നമ്മളെ പുച്ഛിക്കുന്നത് വരാം. ഇതിൽ നിന്ന് മാറ്റുവാൻ, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ പിശാചിൻ്റെ പല ശക്തികളും കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നാം ഇത് പഠിക്കുമ്പോൾ, ഇത് ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം കൂടെ വായിക്കുന്നു. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ച് എന്ന് അരുളി ചെയ്തു. ഇവിടെ പിശാച് പറയാണ്, ഇയ്യോബ് ദൈവത്തിൻ്റെ ഭക്തിയുള്ളവനാണ്. ഈ ഭക്തിയെ നശിപ്പിച്ച് കളയുവാൻ പിശാച്, സാത്താൻ ദൈവത്തോട് വാദിക്കുകയാണ്. എന്നാൽ ദൈവം പറയുന്നു, അവൻ ഭക്തിയുള്ളവനാ, അവൻ നേരുള്ളവനാ, അവൻ ദൈവഭക്തനാ. അതുകൊണ്ട് നീ അവൻ്റെ അടുക്കൽ പോയി അവനെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ പിശാച് തന്നെ പറയുക, സാത്താൻ പറയുകയാണ്, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കടക്കുവാൻ കഴിയുന്നില്ല, അവനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല. അവൻ ദൈവത്തിൻ്റെ വലയത്തിലാണ്. അവന് രോഗമാണെങ്കിലും കഷ്ടമാണെങ്കിലും അവൻ ദൈവത്തിൽ പ്രത്യാശയുള്ളവനായി ജീവിക്കുന്നു. ദൈവത്തിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നാം ദൈവത്തിൻ്റെ ഭക്തന്മാരാണ്, ഭക്തിയുള്ളവരാണ്, ദൈവ വലയത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് പിശാചിന് നമ്മെ തൊടുവാൻ കഴിയില്ല. അല്ലെന്നൊരിക്കൽ പിശാച് നമ്മളെ
തൊടുവാൻ ഇടയായിത്തീരും. അങ്ങനെ വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എന്നാൽ സകലതും അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തൻ്റെ സ്നേഹിതന്മാർ യോബിനെ കാണുവാൻ വന്നത്. അപ്പോൾ ഈ സ്നേഹിതന്മാർ ഈ യോബിൻ്റെ അടുക്കൽ വന്നിട്ട് അവർ പറയുകയാണ്, അതിൻ്റെ യോബിൻ്റെ 8:5 വാക്യം വായിച്ചോട്ടെ. ഇവിടെ വായിക്കുന്നു, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളതുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനമാക്കും. നിന്റെ പൂർവസ്ഥിതി അല്പമായെന്നും നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായും ഇരിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അതിൻ്റെ പൂർവസ്ഥിതിക്ക് വ്യത്യാസം വരും. ഇതിനെല്ലാം മാറ്റം സംഭവിക്കും. അല്ല എന്ന് വരികിൽ ഇയ്യോബിന് പ്രത്യാശ കാണുകയില്ല. അവനൊരു ഉറച്ച വിശ്വാസമുണ്ട്. ദൈവത്തിലാണ് അവൻ വിശ്വസിച്ചിരിക്കുന്നത്. ഭാര്യ അവനോടെതിരായിട്ട് നിന്നു. എന്നാൽ അവൻ്റെ സ്നേഹിതന്മാരും അവനെ ആശ്വസിപ്പിക്കാൻ വന്നിട്ട് അവനെ നിന്ദിക്കുന്ന അവസ്ഥ കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ ആ റെട്ടിൽ കിടന്നുകൊണ്ട്, ചാരത്തിൽ കിടന്നുകൊണ്ട് അവൻ്റെ മുറിവുകളെ അവൻ ചൊറിയുന്ന അവസ്ഥയാണ് അവർ കാണുന്നത്. ചാരത്തിൽ കിടക്കുകയാണ്. ഊട്ട് കഷണം കൊണ്ട് അവൻ മാന്തുകയാണ്. അവൻ്റെ ശരീരത്തിൻ്റെ വേദന കൊണ്ട് ഇയ്യോബ് ആ ശരീരം മുഴുവൻ മാന്തി അത് വ്രണമായി തീർന്നിരിക്കുന്നു. എന്നാൽ ഇയ്യോബിനറിയാം, എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ എന്നെ വിടുവിക്കും. അവൻ്റെ കരങ്ങളിലാണ് ആയിരിക്കുന്നതെന്ന് ആ ഇയ്യോബിന് നല്ലതുപോലെ അറിയാമായിരുന്നു. എന്നാൽ ഇയ്യോബ് വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ കാണും, ഞാൻ ദൈവത്തെ കാണും. അതിൻ്റെ 19:25 കാണുന്നു. അങ്ങനെ ദൈവത്തെ കാണും. അപ്പോൾ ദൈവത്തെ കാണുന്ന ഒരു ഇയ്യോബിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ ഇയ്യോബിന് കഴിഞ്ഞു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഭാഗം കൂടെ ഞാനിന്ന് വായിച്ചോട്ടെ. 19 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. എൻ്റെ ത്വക്ക് ക്ഷയിച്ചു പോയാലും പൊടിയിൽ നിൽക്കുന്നതായാലും ഞാൻ ദൈവത്തെ കാണും. ആ ദൈവത്തെ കാണുന്ന ഒരു പ്രത്യാശ ഇയ്യോബിൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ് ഇയ്യോബ് സകലം അത് ഏറ്റെടുത്തുകൊണ്ട്, ഈ കഷ്ടം സഹിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചത്. അതവന് നീതിയായിട്ട് കണക്കിട്ടു. ഇയ്യോബ് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ കൊടുപ്പാൻ എൻ്റെ ദൈവത്തിന് സാധിച്ചു. ഇരട്ടിയായിട്ട് കൊടുത്തു എന്നാണ് അവിടെ കാണുന്നത്. ആ ദേശത്ത് വസിക്കുമ്പോൾ ഇയ്യോബ് സകല കാര്യങ്ങൾക്കും സകലർക്കും സമ്മതനായിരുന്നു. കാര്യങ്ങൾ വിചാരണ നടത്തി അവരെ സംരക്ഷിക്കുന്ന ഒരു നല്ല ഒരു ദാസനായി അന്നത്തെ കാലത്ത് അവിടെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവൻ യഹോവ ഭക്തനാണ്. അവൻ്റെ അടുക്കൽ പല വിഷയമായിട്ട് ആ ജനം കടന്നു വരുമ്പോൾ അവർക്കൊരു ആശ്വാസം കൊടുക്കുന്നവനായിരുന്നു ഇയ്യോബ്. ആ ഇയ്യോബിനാണ് ഇത് സംഭവിച്ചത്. അവനെ ആ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, അകപ്പെട്ടിട്ടും അവനെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവത്തിലാണ് അവൻ വിശ്വസിച്ചത്. അവൻ അന്ത്യം വരെ, മരിക്കുന്നത് വരെ ദൈവത്തെ തള്ളിക്കളയാതെ അവൻ്റെ പ്രത്യാശ പുതുക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇയ്യോബിന് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് വരുവാൻ കഴിഞ്ഞത്. ആരെതിർത്താലും
കൂട്ടുകാരവനെ തള്ളിപ്പറഞ്ഞാലും ഭാര്യ തള്ളിക്ക് പറഞ്ഞാലും അവൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. അവൻ്റെ ഉറച്ച വിശ്വാസം, ആ വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും നമ്മെ താഴ്ത്തിക്കളയുവാൻ, നമ്മെ ഇല്ലാതെയാക്കുവാൻ ശത്രുവിൻ്റെ പോരുകളുണ്ടാകാം. ഇന്ന് രാത്രികാലം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏത് പിശാചിൻ്റെ ശക്തികളെയും അഴിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നാം പോകരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ വഴിയിൽ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പോകേണ്ട ഇടത്തേ പോകാവൂ. ദുഷ്ടന്മാരുടെ ആലോചന കേട്ടാൽ നാശത്തിലേക്ക് പോകും. അവൻ്റെ വഴിയിൽ നടന്നാൽ പാപത്തിലേക്ക് വീഴും. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയാൽ പരിഹസിക്കപ്പെടും. നാം ഇരിക്കേണ്ട ഒരിടമുണ്ട്, അവിടേക്ക് നാം ഇരിപ്പാൻ യോഗ്യരായിരിക്കണം. അല്ലാത്തടത്ത് പോയി കഴിഞ്ഞാൽ നാം പരിഹാസിയായിത്തീരും. ദൈവസന്നിധി വിട്ട് മാറുവാനിടയാവും. പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് വീഴും. അങ്ങനെ വരാതിരിപ്പാൻ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഏതൊരു മനുഷ്യൻ്റെയും അവൻ്റെ കൂട്ടുകെട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് രീതിയിലാണ് പോകുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന കേട്ട് കഴിഞ്ഞാൽ ദുഷ്ടൻ്റെ ആലോചന തന്നെ പ്രവർത്തിക്കും. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയിരുന്ന പരിഹാസിയായിത്തീരും. പാപികളുടെ വഴിയിൽ നിന്നാൽ നാം പാപം ചെയ്യും. അങ്ങനെ ചെയ്യാതിരിപ്പാൻ നമുക്കൊരു കൂട്ടായ്മയുണ്ട്, നമുക്കൊരു ദൈവ സ്നേഹമുണ്ട്, നമുക്ക് ഒരു അടിസ്ഥാനമുണ്ട്, വചനമുണ്ട്. ആ വചനത്തിൽ നാം അടിയുറച്ച് നിൽക്കണം. അല്ലാതെവരെയും നമുക്ക് വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നോർത്ത് ഇന്ത്യയുടെ ആ സുവിശേഷീകരണത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുമോ? വളരെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നിന്ദയും പരിഹാസവും പീഡയും സഹിച്ച് അനേക ദൈവദാസന്മാർ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമോ? നിങ്ങൾക്ക് പോകാൻ കഴിയാത്തടത്ത് ഒരു പ്രാർത്ഥനയില്ലെങ്കിലും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കഴിയുമെങ്കിൽ അത് വളരെ അനുഗ്രഹമായി തീരും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇയ്യോബ് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിച്ച ഇയ്യോബ്. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ടതായ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. എന്നെ സൗഖ്യമാക്കിയവൻ, എന്നെ വിടുവിച്ചവൻ നിങ്ങളെയും വിടുവിപ്പാൻ ശക്തനാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് പ്രസ്താവിക്കുന്നത്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവ് തന്നെ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് രാത്രിക്കാലം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നാം പ്രാർത്ഥിക്കുമോ? ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമോ? ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ മുഖാന്തരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിജു കുന്നേലിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ദൈവദാസന്മാർ ഈ മിനിസ്ട്രി ദൈവവചനം ഘോഷിപ്പാൻ ഒരുക്കി കൊടുക്കുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? എൻ്റെ പേര് ഔസേ പൗലോസ്, WMM മിനിസ്ട്രി മുംബൈ. ഓർത്ത് പ്രാർത്ഥിക്കുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കർത്താവെ കേൾപ്പെട്ട വചനത്തിനായി സ്തോത്രം. ആ വചനത്തിൽ കൂടെ കർത്താവെ ശ്രദ്ധിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്ന. പ്രശ്നത്തിൽ അകപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്, ദുഃഖിതരുണ്ട്, കർത്താവെ കടഭാരത്താൽ നീറുന്നവരുണ്ട്, കുടുംബത്തിൽ മേൽ പ്രശ്നമുള്ളവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ, ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നന്മകളാൽ കർത്താവ് നിറയ്ക്കണമേ. ആപത്ത് കൂടാതെ, അനർത്ഥം കൂടാതെ, രോഗം കൂടാതെ അവരെ വിടുവിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രികാലം നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും കർത്താവെ ഞങ്ങൾക്ക് ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും ഞങ്ങളെ അവിടെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഇത്രത്തോളം സമയം എന്നെ ശ്രദ്ധിച്ച എല്ലാ മാന്യ ശ്രേഷ്ഠ ദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.